രക്തസാക്ഷി ഫണ്ട് പോലും കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ പൊതുവിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായിരിക്കുന്നത്. CPM നേതാവായിട്ടുള്ള ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചൽ BJP നേരത്തെ ഉന്നയിച്ച ആരോപണം വസ്തുതാപരമാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഒരു MLAക്ക് നേരെയാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ വൻ അഴിമതികൾ, ആ അഴിമതികൾ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഉറുപ്പികയുടെ അഴിമതികളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. ധനരാജ് കൊല്ലപ്പെട്ടതിന് ശേഷം പയ്യന്നൂരിൽ നടന്ന വ്യാപകമായ സംഘർഷത്തെക്കുറിച്ച് പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ധനരാജും TI മധുസൂദൻ, അന്നത്തെ ഏരിയ സെക്രട്ടറി, ഇവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആ നല്ല ബന്ധമുണ്ടായിരുന്നത് പിന്നീട് തകർന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അവരുടെ നല്ല ബന്ധം തകർന്നതിന് ശേഷമാണ് ആ കൊലപാതകം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പേരിൽ, ധനരാജന്റെ രക്തസാക്ഷിത്വത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ഉറുപ്പികയാണ് പിരിവ് നടത്തിയത് CPM. ആ ഫണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഇന്നത്തെ MLA ആയിട്ടുള്ള TI മധുസൂദനൻ അടിച്ചു മാറ്റിയിരിക്കുന്നു, വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതുപോലെ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുത്തത്, ആ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുത്തത് CPM അനുഭാവികളിൽ നിന്ന്, CPM പ്രവർത്തകന്മാരിൽ നിന്ന്, CPMകാരല്ലാതായിട്ടുള്ളവരുടെ നിന്നൊക്കെ വ്യാപകമായി പിരിവ് നടത്തിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ പിരിവ് നടത്തിയിരുന്നു. ആ നിർമ്മാണ ഫണ്ടിലേക്ക് പയ്യന്നൂർ ഏരിയയിൽ കീഴിലുള്ള CPMന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് ഒരു മാസത്തെ ശമ്പളം വെച്ചാണ് പാർട്ടി പിടിച്ചെടുത്തത്. ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പിടിച്ചെടുത്തത്. അങ്ങനെ കിട്ടിയ 70 ലക്ഷം രൂപ കണക്കിൽ വന്നിട്ടില്ല. ഇത് പറയുന്നത് CPMന്റെ പഴയ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള കുഞ്ഞികൃഷ്ണനാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വൻ അഴിമതി നടത്തിയിരിക്കുന്നു, വൻ ക്രമക്കേട് നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം, അതായത് ധനരാജ് ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഉന്നയിക്കപ്പെട്ട ആരോപണം. അതുപോലെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കുന്നതിൽ ജീവനക്കാരിൽ നിന്ന് മാത്രമായി നടത്തിയ വെട്ടിപ്പ് 70 ലക്ഷം രൂപ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ 1,10,00,000 രൂപയായി. ആ കാലത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ MLA, അന്നത്തെ ഏരിയ സെക്രട്ടറി മധുസൂദനായിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് TI മധുസൂദനൻ എന്ന ഇന്നത്തെ MLA നടത്തിയിരിക്കുന്നത്. ഈ ആരോപണത്തെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന സമീപനമാണ് CPMന്റെ നേതാക്കന്മാർ കാണിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് നാം അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു ഒക്കെയാണ്. വാസ്തവത്തിൽ TI മധുസൂദനനെ മാത്രമല്ല ഈ ഫണ്ട് വന്നിട്ടുള്ളത്, CPMന്റെ പല ജില്ലാ സംസ്ഥാന നേതാക്കന്മാർക്കും ഇത്തരം ഫണ്ട് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം പാർട്ടി തലത്തിൽ നടത്താതിരിക്കുന്നത്, മധുസൂദനെ CPM നേതൃത്വം രക്ഷിക്കുന്നത്. മധുസൂദനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വരുമാന സ്രോതസ്, അദ്ദേഹത്തിന്റെ ആസ്തിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. അദ്ദേഹം ഒരു സാധാരണക്കാരനിൽ നിന്ന് ആയി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല നേരത്തെ MLA ആവുന്നതിന് മുമ്പ്. അത്തരം ഒരാളുടെ ഇന്നത്തെ ആസ്തിയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം, വിജിലൻസ് അന്വേഷണം നടത്തണം. TI മധുസൂദനൻ, അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ സംഘം തന്നെ പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്നു. ആ കൊട്ടേഷൻ സംഘമാണ് പയ്യന്നൂരിൽ നേരത്തെ നടത്തിയ BJPക്കും RSSനും എതിരെ നടത്തിയ പല അക്രമങ്ങളിലും ആ കൊട്ടേഷൻ സംഘത്തെയാണ് TI മധുസൂദനൻ ഉപയോഗിച്ചത്. RSSന്റെ കാര്യാലയം, പയ്യന്നൂർ ജില്ലാ കാര്യാലയം തകർക്കുന്നത് ഉൾപ്പെടെയുള്ള പയ്യന്നൂരിൽ നടത്തിയ എല്ലാ അക്രമങ്ങൾക്കും പിന്നിൽ TI മധുസൂദനന്റെ കൊട്ടേഷൻ സംഘമാണ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ
വരുമാനത്തിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നു. അതോടൊപ്പം പയ്യന്നൂരിൽ ബസ് സ്റ്റാൻഡിനടുത്ത് ഉണ്ടായിരുന്ന ഒരു സ്ഥലം 7 ലക്ഷത്തിന് വാങ്ങിയിട്ട് 20 ലക്ഷം റിക്കാർഡ് കാണിച്ചു എന്നാണ് പയ്യന്നൂർ ആസ്പത്രിക്ക് വേണ്ടിയിട്ട്, സഹകരണ ആസ്പത്രിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടി 20 ലക്ഷം കാണിച്ചു എന്നാണ് പുറത്ത് കേൾക്കുന്ന പ്രചരണം. അതിൻ്റെ പിന്നിലും ഇതേ MLA തന്നെയാണ് പ്രവർത്തിച്ചത് എന്നാണ് പുറത്ത് കേൾക്കുന്ന ആരോപണം. അദ്ദേഹത്തിൻ്റെ പല ബിനാമി സ്വത്തുക്കളുണ്ട് നമ്മുടെ പയ്യന്നൂരിലും അതുപോലെ രാജ്യത്തിന് വെളിയിലും ഉണ്ടെന്നാണ് കേൾക്കുന്ന ഒരു പ്രചരണം. സ്വാഭാവികമായും ഒരു MLA കുറിച്ച് ജനങ്ങളിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹം സംശയത്തിന്റെ നിഴലാണ് നിൽക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന MLA ആണ്. കൊട്ടേഷനെ വെച്ചുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും സമ്പാദിച്ചിരിക്കുന്നു. ഇവിടെ അക്രമ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പാർട്ടിയെ തന്നെ പാർട്ടിയുടെ ഫണ്ട് തന്നെ അദ്ദേഹം വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണമല്ല ഇവിടെ ആവശ്യം. കേരളത്തിലെ വിജിലൻസ് സംവിധാനം ഇത് സംബന്ധമായി സമഗ്രമായി അന്വേഷിക്കണം. ഒരു വിജിലൻസ് അന്വേഷണം ഇത് സംബന്ധമായി വേണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ക്രമക്കേട് സംബന്ധമായി പാർട്ടിയുടെ അണികൾ തന്നെ നേതൃത്വത്തിന് ഓഡിറ്റ് രേഖകളും മറ്റ് തെളിവുകളൊക്കെ ഹാജരാക്കിയിരുന്നു. പക്ഷേ ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് നേരെ ചുമതല പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം, പ്രധാനപ്പെട്ട ചുമതല പോലും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അക്രമകാരികളെയും കൊട്ടേഷൻ സംഘങ്ങളെയും അഴിമതിക്കാരെയും പാർട്ടിയുടെ ഫണ്ട് മുക്കികളെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് CPM-ന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു പാർട്ടിയെക്കുറിച്ച് പയ്യന്നൂരിലെ ജനങ്ങൾ സമഗ്രമായ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. അഴിമതിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് BJP ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്, ഇത്തരം അഴിമതിക്കാരായ നേതാക്കന്മാർക്ക് നേരെ പാർട്ടി തലത്തിൽ പാർട്ടി ചുമതലയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി CPM നേതൃത്വം സ്വീകരിക്കണം. അത് അവരുടെ ആഭ്യന്തര കാര്യമാണെങ്കിൽ പോലും ഒരു MLA എന്നുള്ള നിലയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം വിജിലൻസ് അന്വേഷണം TI മധുസൂദൻ MLA-ക്ക് നേരെ വേണമെന്ന് കൂടി BJP ആവശ്യപ്പെടുകയാണ്.